നമസ്കാരം. മോദിയുടെ ചരിത്ര വിജയം ഭയന്ന് പരസ്പരം വോട്ടിട്ട കേജ്രിവാളും ഗാന്ധി കുടുംബവും. സ്വന്തം പാർട്ടിയിൽ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ ഗാന്ധി കുടുംബം ഒന്നിച്ച് ആം ആദ്മിക്ക് വോട്ട് ചെയ്തത് എന്ന ചോദ്യം ശക്തമാവുകയാണ്. BJP അധികാരത്തിൽ നിന്നിറക്കാൻ പഠിച്ച പണികളെല്ലാം നോക്കി ഒടുവിൽ കേജ്രിവാളിന് വോട്ടിട്ട് ഗാന്ധി കുടുംബം. ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കോൺഗ്രസ് കുടുംബം കോൺഗ്രസിന് വോട്ടിടാതെ ചരിത്രം തിരുത്തിയത്. ഗാന്ധി കുടുംബം ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യ സഖ്യം കൂടി തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. കേജ്രിവാളും സ്വന്തം പാർട്ടിക്ക് വോട്ടിടാതെ കോൺഗ്രസിന് വോട്ടിട്ടു. ഇന്ത്യ സഖ്യം ഒന്നിച്ചു നിന്ന് BJPയെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ ഇതിൽ കൂടുതൽ എന്താണ് വ്യക്തമാകാനുള്ളത്? അധികാരം ഗാന്ധി കുടുംബത്തിന് മാത്രമേ ആകാവൂ എന്ന കാലാകാലങ്ങളായി ഉണ്ടാക്കി വെച്ചതാണ് കോൺഗ്രസിന്റെ ഭരണം തന്നെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടത്. ഒറ്റയടയ്ക്ക് കോൺഗ്രസിനെ തൂത്തെറിഞ്ഞത് ഗാന്ധി കുടുംബത്തിന്റെ കുടുംബവാഴ്ച കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴിതാ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ വമ്പൻ ട്വിസ്റ്റുകൾ നടത്തുകയാണ് AAPയും കോൺഗ്രസും ചേർന്ന്. ഇന്ത്യ സഖ്യം രാജ്യം പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു. കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത് ആം ആദ്മി സ്ഥാനാർത്ഥിയായ സോമനാഥ് ഭാരതിക്ക് വേണ്ടിയിട്ടായിരുന്നു. ഭരണകക്ഷിയായ BJPയെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഭിന്നതകൾ മറന്ന് കോൺഗ്രസും AAPയും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ മുന്നണിയുടെ കീഴിൽ അണിനിരന്ന് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സീറ്റ് വിഭജനവും നടന്നത്. ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ 4-ൽ AAPയും 3-ൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. ഇതിൽ സോണിയയ്ക്കും രാഹുലിനും വോട്ടുള്ള ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലം AAPയുടേതാണ്. AAPയുടെ സോമനാഥ് ഭാരതി BJPയുടെ ബാൻസൂരി സ്വരാജിനോടാണ് ഇവിടെ മത്സരിക്കുന്നത്. ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഗാന്ധി കുടുംബാംഗങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിയായ കോൺഗ്രസിന് വോട്ട് ചെയ്യാതെ AAPക്ക് വോട്ട് രേഖപ്പെടുത്തുന്നത്. ഭിന്നതകൾ മാറ്റിവെച്ച് ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും വേണ്ടി വോട്ട് ചെയ്യുന്നു. ഇക്കാര്യത്തിൽ തനിക്ക് അഭിമാനമുണ്ട് എന്നായിരുന്നു ഇത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രിയങ്ക ഗാന്ധി മറുപടി നൽകിയത്. ഏകദേശം 9:30 മൗലാന ആസാദ് റോഡിലെ നിന്മൻ ഭവനത്തിലെ പോളിംഗ് ബൂത്തിലെത്തിയ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പോളിംഗ് ബൂത്തിന് മുന്നിൽ നിന്ന് തന്നെ സെൽഫി എടുത്തിരുന്നു. വോട്ട് രേഖപ്പെടുത്താൻ പ്രിയങ്കയും റോബർട്ട് വദ്രയും മക്കളും എത്തിയിരുന്നു. പ്രിയങ്കയുടെ മക്കളായ റെഹാന്റെയും മിറയുടെയും കന്നി വോട്ടായിരുന്നു ഇത്തവണത്തേത്. കോൺഗ്രസിന്റെ തട്ടകമായിരുന്നു ഡൽഹി. 2009-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 7-ൽ 7 കരസ്ഥമാക്കി സമ്പൂർണ്ണ വിജയം ഇവിടെ നേടിയ കോൺഗ്രസിന്റെ ശക്തി ക്ഷയിക്കുന്നത് AAPയുടെ വരവോടെയാണ്. ആ സ്ഥാനത്താണ് ഇപ്പോൾ AAPക്ക് കോൺഗ്രസ് വോട്ട് ചെയ്തിരിക്കുന്നത്. BJP എന്ന ഒറ്റ ലക്ഷ്യത്തിന് മുന്നിൽ മഞ്ഞുരുക്കത്തിന്റെ പാത സ്വീകരിച്ച കോൺഗ്രസും AAPയും ആദ്യമായാണ് ഇവിടെ ഒന്നിച്ചു നിൽക്കുന്നത് എന്ന് വലിയ പ്രത്യേകതയും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ട്. ഏതായാലും ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നിന്നാലും BJPയെ ഇവിടെ അടിപതറിക്കാൻ സാധിക്കുമോ എന്ന കാര്യം ചോദ്യചിഹ്നമായി മാറുകയാണ്.